ഈ പ്രേംനസീറിനെ കാണാൻ വേണ്ടിയാണോ സിനിമയിൽ പോയത്? അതെ അതെ. അങ്ങനെ എന്തോ ഒരു കഥ പറഞ്ഞേക്കാം. പ്രേംനസീറിനെ കാണാനുള്ള ആവേശം വന്ന് കാണാൻ ഭയങ്കര ആവേശമായിരുന്നു. ഒരു ഷൂട്ടിങ് കാണാൻ പോയി. അങ്ങനെ എവിടെയായിരുന്നു അത്? അത് ചെന്നൈയിലായിരുന്നു. അദ്ദേഹത്തെ കാണാൻ പറ്റിയോ? കാണാൻ പറ്റി. പിന്നെ അതില് ഞാന് പോയപ്പോ സേതുമാൻ സാറ് ഒരു മേക്കപ്പ് ടെസ്റ്റ് എടുത്തൊരു പാട്ടില് എന്നെ ഒന്ന് അഭിനയിച്ചു. അന്ന് പിന്നെ സുന്ദരിയായിട്ടിരിക്കുവായിരുന്നു. പിന്നെ അയ്യോ കൊള്ളാം. ഇന്നിപ്പോ അത് മാറി. നമ്മളൊക്കെ അങ്ങോട്ട് ചെന്ന ആദരവും ബഹുമാനവും ഒക്കെ പറഞ്ഞ് അറിയിക്കും. ഇന്നിപ്പോ ഞാൻ ഈ അടുത്ത കാലത്ത് അത് പറഞ്ഞ എവിടെയോ, ഞാന് കോഴിക്കോട് വരിക ട്രെയിനില്, ഇച്ചിരൂടെ അപ്പുറത്തുനിന്ന് കണ്ടെന്ന് കയറിയവരാ. ഒരു ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, പിന്നെ ഒരു കുഞ്ഞും ഒക്കെ ഇരിപ്പുണ്ട്. അപ്പൊ അവിടുന്ന് ഭാര്യ ഞാൻ ചെന്ന് പോയി. കുറച്ച് കഴിയുമ്പോ പുള്ളി അവിടെ എഴുതേറ്റ് എന്റെ മുമ്പേ എഴുതിട്ട്, മാഡത്തിന് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. അയ്യോ നമ്മളത് കാണാൻ വഴിയില്ല സാർ. അല്ലല്ല കണ്ടിട്ടുണ്ട്. ഏതോ ഞാൻ നല്ലതുപോലെ സിനിമയിലാണെന്നും മല്ലികാ സുകുമാരനാണെന്നും ഒക്കെ അറിയുന്നതിന് ശേഷമാണ്, മുമ്പാണെ പൊട്ടത്തേക്കാം. ഞാൻ പറഞ്ഞു ഇല്ല സാർ ഞാൻ കണ്ടിട്ടില്ല. മാഡം എവിടെ വർക്ക് ചെയ്തു? ഞാൻ പറഞ്ഞു തലശ്ശേരി ബ്രണ്ടൻ കോളേജിലെ ഇംഗ്ലീഷ് പ്രൊഫസർ. മുഖമൊക്കെ മാറി. ഞാൻ അതങ്ങനെയല്ല കേട്ടത്. അപ്പൊ ഞാൻ സാർ എന്തുവാ കേട്ടേ? അല്ല അപ്പോഴത്തേക്ക് പുള്ളിയുടെ ഭാര്യ, ഞാൻ അപ്പോഴേ പറയും ചേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ വേണ്ടാത്ത വർത്താനം വെച്ച്, മാഡം ഒരു പടം എടുത്തോട്ടോ ഞാനും എന്റെ മോളും. അത്രേ ഉള്ളു കാര്യം. അതുപോലെ തന്നെ ഞാൻ പിന്നെ എന്റെ അച്ഛന്റെ സഹോദരിയാണ് സിനിമ എടുക്കുന്നത്. കുമാരി തങ്കം. മദ്രാസിൽ വന്നതിന് ശേഷം അറിയുന്നത് ഈ ബാസിച്ചേട്ടന്റെ കൂടെ അഭിനയിക്കണ്ടെന്ന്. അപ്പം അതുവരെ ഇവര് പറഞ്ഞില്ല. നായികയാണ്. 17 തന്നെ തുടങ്ങി. അതെ അതെ. ട്രെയിനിലോട്ട് കയറി കഴിഞ്ഞപ്പോ പിന്നെ സ്വപ്നമായിരുന്നു, ഷോ ഈ പ്രേംനസീറിന്റെ കൂടെ ഒക്കെ ആണല്ലോ അഭിനയിക്കുന്നത്, ഭയങ്കര നാണം. അപ്പൊ ഷീലാമ്മയെ കെട്ടിപ്പിടിക്കുന്നത് ഭയങ്കര ഇത്. പക്ഷേ ഞാൻ പറഞ്ഞു, അപ്പച്ചി ഞാൻ ആരുടെ കൂടെ അഭിനയിക്കുന്നത്? നസീർ സാറിന്റെ കൂടെ അല്ലേ? പറയാ, നീ വിഷമിക്കാതെ പറയാ, ഇപ്പൊ വരുമെന്ന്. അപ്പൊ ഒരാൾ മുറുക്കി ചോപ്പിച്ചൊക്കെ കയറി വന്നു. ഇതാണ് നിന്റെ നായകൻ. കാറ്റുപോയി. തീർന്നു. എന്നിട്ട് ആ സിനിമയിൽ അഭിനയിച്ചില്ല. ഇല്ല. പിന്നെ വേറൊരു സിനിമയില് എം കൃഷ്ണൻ നായർ സാർ നിർബന്ധിച്ച് ഇദ്ദേഹത്തിന്റെ കൂടെ തന്നെ ഒരു അഭിനയിപ്പിച്ച് എന്നോട് പറഞ്ഞു. അതെ. അപ്പൊ ഞാൻ പറഞ്ഞു, അല്ല ഇത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോകും. അപ്പൊ അങ്ങനെ പറഞ്ഞു, തിരിച്ചു പോയിക്കോ, ഇത് കഴിഞ്ഞിട്ട് പോയിക്കോ. പക്ഷേ അത് അഭിനയിച്ചുകൊണ്ടിരുന്നപ്പോ ഒരുപാട് സിനിമകൾ വന്നു. കാരണം ഒരു ചെറുപ്പക്കാരി എന്നുള്ള രീതിയിൽ അന്ന് കോമഡി അഭിനയിക്കാൻ ആരുമില്ല. അതെന്റെ ഒരു ഭാഗ്യമായി. പിന്നെ വലിയ ഭാഗ്യം. മല്ലികയ്ക്ക് അറിയാമല്ലോ, നമ്മൾ അഭിനയിച്ചിരിക്കുന്ന പടത്തിലൊക്കെ കോമഡി എഴുതിയിരിക്കുന്നത് ബാസിയേട്ടൻ. ശരിയാ. ഇല്ല, ഓമന കുഞ്ഞിന്നൊരു പടം ഷീല ചേച്ചി അഭിനയിച്ചതാ. നമുക്കറിയാനേ വയ്യ. സാറ് പതുക്കെ വന്ന് ടേക്കിന് പറയും, നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് വന്നടിച്ച് വീഴാൻ പോകുന്നല്ല, മേശയിലോട്ടൊന്ന് കുനിയണേ സാർ. ഇങ്ങനെ സാർ ആ കുനിയാ സാർ, നമ്മൾ അത്രേ പ്രതീക്ഷിക്കുള്ളൂ. ഞാൻ കുനിയെ സാർ ഒരു കുപ്പി മഷി തട്ടി അങ്ങ് ഇട്ട് അവിടെ കണ്ടിരുന്നത്. മഷി. എന്നിട്ട് സാറ് അയ്യോ ഇതെല്ലാം ഒരു സെക്കൻഡ് കൊണ്ട് സാറ് ഞങ്ങൾക്ക് പോലും അറിയത്തില്ല. അത് അങ്ങനെ കുറെ എല്ലാ കാര്യങ്ങളും സാറ് മനസ്സിൽ കണക്ക് കൂട്ടി ആ സമയത്ത് പറയും. നമ്മളൊക്കെ പുതിയ ആൾക്കാരാ, ചേച്ചിക്കൊക്കെ കുറെ കൂടെ പറഞ്ഞുകൊണ്ട് റിഹേഴ്സലിൽ കാണിക്കത്തില്ല. അപ്പം ആദ്യമായിട്ട് ഞാൻ അഭിനയിക്കാൻ വന്ന സമയത്ത് ഒരു പ്രേമരംഗം. അപ്പം ഒരു 4-5 പടം കഴിഞ്ഞു. പക്ഷെ അപ്പം ഇങ്ങനെ ഫേസ് ടു ഫേസ് നോക്കിയിരിക്കുമ്പോ അവിടെ നിന്നോണ്ട് അച്ഛൻ വിളിക്കും, എടി എന്ന് വിളിക്കും. അപ്പൊ നമ്മൾ മാറുന്നു. അപ്പൊ ഫേസ് ടു ഫേസ് നോക്കാൻ എനിക്ക് ചിരി വരും. കാരണം ഇങ്ങനെ ഒരുപാട് ചേഷ്ടകൾ കാണിക്കും. ഞാൻ ഇങ്ങനെ നോക്കിയിരുന്ന അടുത്ത് വരുന്നു, ഫേസ് വരുന്നു, അടുത്തോട്ട്. അപ്പൊ ഞാൻ കണ്ണടച്ചങ്ങ്, എനിക്ക് ചിരി വരുന്നുണ്ട്. അപ്പം പുള്ളിക്കാരൻ പറയും, നിങ്ങൾ കണ്ണു തുറക്ക്. ഞാൻ പറഞ്ഞു, അല്ല അടുത്ത് വന്നില്ലെന്നോ, കണ്ണു തുറക്ക്. പിന്നെ ഇങ്ങനെ ഞാൻ അപ്പോഴും ചോദിക്കുക, അടുത്തെത്തിയോ? അതൊക്കെ ഒരു ഭയങ്കര അനുഭവമായിരുന്നു. അതൊന്നും ചുംബന സീനല്ലായിരുന്നു. അങ്ങനെ ചുംബനൊന്നുമില്ല. എന്റെ ഓർമ്മയില്ല അങ്ങനെയാ. അതൊക്കെ ചുംബനോ ഇല്ല.